ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ കളിപ്പിക്കാൻ ഒരാള് മതി, അതനുസരിച്ചാ മതി. കേട്ടോടാ. അജിത്തെ സോറി കേട്ടോ. കേൾക്കുന്നവർ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ എന്തോ പറഞ്ഞു. അതൊന്നും സാരമില്ല സാർ, കാര്യങ്ങൾ നടക്കട്ടെ. ഇവിടെ എന്റെ നെഞ്ചിലൂടെ മദ്യം കത്തിയെരിഞ്ഞിറങ്ങുമ്പോ കണിമംഗലത്തുള്ള ഓരോരുത്തരുടെയും നെഞ്ചിൽ തീ കത്തിയെരിഞ്ഞോണ്ടിരിക്കുക. രാധികയെ അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞില്ലല്ലോ മോനെ. പറഞ്ഞിട്ട് എന്തിനാ? ജാമ്യത്തിന് അമ്മ പോകുന്നുണ്ടോ? എല്ലാ കാര്യത്തിനും അമ്മ കൂട്ടുനിന്നല്ലേ, ഇനി കൊലപാതകത്തിനും കൂടി കൂട്ടുനിന്നു. അതിനും മടിക്കില്ലാന്നറിയാം. പോലീസിന്റെയും കോടതിയുടെയും കാര്യത്തില് നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതേ ആണുങ്ങൾക്കാ. സൂര്യ, ചെറിയച്ഛൻ എല്ലാ കാര്യങ്ങൾക്കും ഉറപ്പ് പറഞ്ഞില്ലേ? പറഞ്ഞു. വരുണും രാധികയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞ നിമിഷം തന്നെ തടയായിരുന്നു. അതല്ല ഇത് ഇത്രയ്ക്ക് എത്തിച്ചത്. എന്റെ മോനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അവളാ. എന്നെങ്കിലും ഞാൻ അവളെ ഒന്ന് കാണുന്നുണ്ട്. വാ. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടെ കൊടുക്ക. ഇവിടെ ഇതിൽ ഞാൻ ഒപ്പിടില്ല സർ. ഇതെന്റെ മൊഴിയല്ല. ഞാൻ പറഞ്ഞത് മാത്രമല്ല ഇതിലുള്ളതും. നീ ഇവനെ സ്നേഹിക്കുന്നതും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതും അതിനുവേണ്ടി പ്രിയങ്കയെ ഒഴിവാക്കാൻ ശ്രമിച്ചതും അതിന്റെ പേരിൽ നടന്ന കൊലപാതകവും അല്ലാതെ അതില് മറ്റൊന്നുമില്ല. ഒപ്പിടറേ. എന്താ സാർ ഇത്? രാധിക പറയുന്നതല്ലേ രാധികയുടെ മൊഴി, അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് എഴുതുണ്ടാക്കുന്നതാണോ? നിന്റെ നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ നീ പ്രതികരിച്ചാൽ മതി. അവൾ ഒപ്പിടും. മര്യാദയ്ക്ക് ഇതിൽ ഒപ്പിട്, അല്ലെങ്കിൽ ഇതുവരെ കാണിച്ച സൗഹൃദമൊന്നും ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. സാർ എന്ത് പറഞ്ഞാലും ഞാനിതിൽ ഒപ്പിടില്ല. ഞാൻ എന്റെ അനിയത്തെ കൊന്നിട്ടൊന്നുമില്ല.
അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. പ്രിയങ്ക കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളികളെ സാറാ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ആ കുറ്റം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് സാർ ഒഴിയാൻ നോക്കല്ല വേണ്ടത്. നാടക്കടി. ഇല്ല സാർ, ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിച്ചില്ലെങ്കിൽ സാർ ഞങ്ങളെ കൊടുക്കും. സാറിന്റെ പെരുമാറ്റം കണ്ടിട്ട് സാർ ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്നാ തോന്നുന്നത്. തല്ലാൻ പറ്റില്ല സർ. സ്വന്തം കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടിട്ട് അന്യരെ തല്ലുന്ന പഴയ പോലീസ് രീതി ഉണ്ടല്ലോ, അതങ്ങോട്ട് എടുക്കില്ല സാറേ. എന്റെ മുമ്പിലിട്ട് എന്റെ കാമുകനെ കൊല്ലണ കാണ്ടോടി നിനക്ക്. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പ്രണയ നാടകം കളിച്ചാലുണ്ടല്ലോ, തീർത്ത് കളയും ഞാൻ രണ്ടെണ്ണത്തിനെ. കണിമംഗലം കുടുംബത്തിലെ അകത്തളത്തിൽ നിന്നല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അധികാരമുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നോ. ഇവിടെ കൽപ്പിക്കാൻ ഒരാള് മതി, അതനുസരിച്ചാ മതി. കേട്ടോടാ.